എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞില്ല. കാരണം നമ്മളുടെ മരങ്ങളുടെ ഇടയ്ക്കുള്ള മരങ്ങൾ വെട്ടിയ കാര്യം പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കും അറിയാം. അപ്പോൾ ഈ മരങ്ങൾ നമുക്ക് ഐഡിയലായിട്ടൊരു നല്ലൊരു റംബൂട്ടാൻ തോട്ടം ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമായിട്ട് എത്ര അടി അകലം വേണമെന്നുള്ളതാണ്. അത് ശരിക്കും നമുക്ക് ഒരു 20 അടി അകലമാണെങ്കിൽ ഏറ്റവും സൂട്ടബിളാണ്. 20 അങ്ങനെയുള്ള ആ അകലത്തിലാണെങ്കിൽ നമുക്കൊരു 5-6 വർഷം വരെ അതിൻ്റെ ഒരു വരുമാനം കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പുല്ല് അങ്ങോട്ട് മുളയ്ക്കില്ല. അല്ലെങ്കിൽ ഇടയ്ക്ക് ഈ നല്ല തുടക്കം തന്നെ 40 അടി അകലത്തിൽ നമ്മൾ തൈകൾ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ നിറയെ പുല്ലായിരിക്കും. ഈ റെഡിയാക്കിയൊക്കെ എടുക്കാനൊക്കെ നല്ല പാടായിരിക്കും. ഒരു 2 മാസം കൂടുമ്പോൾ നമ്മൾ ചെത്തി വൃത്തിയാക്കേണ്ടി വരും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഒരു 20 അടി അകലത്തിൽ തൈകൾ നടുക. അതിനുശേഷം ഒരു 3-4 വർഷം നമുക്കതിൻ്റെ വിളവെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഒരെണ്ണം വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് ഈ മരത്തിന് ഒരു ഏകദേശം 40 അടി അകലം കിട്ടും. അങ്ങനെയാണ് ഐഡിയലായിട്ട് കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഇന്നിപ്പോൾ നമുക്ക് വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്ന കോഴിവളമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇത് ഫുള്ള് കോഴിവളം വന്നിരിക്കുന്നതാണ്. ഇതിങ്ങനെ ചാക്കിൽ ഓരോ ചാക്കായിട്ട് വന്നിരിക്കുന്നത്. അത് ശരിക്കും ഒരു പഴക്കം വന്ന കോഴിവളങ്ങളാണ്. പുതിയ കോഴിവളം നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 2-3 മാസം ഇരുന്ന് പഴകിയിട്ടുള്ള കോഴിവളമാണ്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പം മഴയുള്ള സമയമാണ്, പ്രശ്നമില്ല. നമ്മൾ വാരി അപ്പം തന്നെ ഇട്ട് കൊടുക്കരുത്. കാരണം അതിൽ അമോണിയയുടെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂടാവും, വേരുകൾക്കൊക്കെ ക്ഷതമാക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ കമ്പോസ്റ്റ് ആക്കുക, അല്ലെങ്കിൽ ഈ വളം എടുത്ത് വെച്ച് ഒരു 2-3 മാസമൊക്കെ ശേഷം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 20 അടിയിൽ നട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു തൈ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ഈ മരം ഈ ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ളത് ഇവിടേക്ക് കുറച്ചുകൂടി വിസ്താരമായിട്ട് നല്ല കൊട്ട പോലെ നല്ല ശിഖരങ്ങളൊക്കെ വന്നിട്ട് വലുതാവും. വെച്ച് വെക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 വർഷം 7 വർഷമൊക്കെ ആകുമ്പോഴേക്കും അത് അതിൻ്റെ ഇടവിട്ട് വെട്ടുക. എന്നിരുന്നാൽ മാത്രമാണ് അതിൻ്റെ എല്ലാവർക്കും വെട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടാവും നട്ട് വളർത്തിയ കാരണം. അപ്പോൾ ഒന്നുകിൽ വെട്ടിക്കളയുക, അല്ലെങ്കിൽ അത് നമുക്ക് വേറെ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു JCB വിളിച്ചിട്ട് പതുക്കെ കുഴിയെടുത്ത് അത് മാറ്റി വയ്ക്കാം. ഒരു 70% സക്സസ് ഉണ്ട് ആ മാറ്റി വയ്ക്കുന്ന ഇതിൽ. നമുക്ക് ഇനിയിപ്പോൾ വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് കുറവാണ്. ഓൾറെഡി ഇവിടെയൊക്കെ തൈകൾ വേറെ നട്ടിട്ടുണ്ട്. തൈകളൊക്കെ ആ ഹൈറ്റിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയും വെക്കാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് നമ്മളത് വെട്ടിക്കളഞ്ഞത്. റംബൂട്ടാൻ വെട്ടിയതിൻ്റെ വിറകുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ 2 പണിക്കാരുണ്ട്. അപ്പോൾ അവർ വിറകൊക്കെ വെട്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ വിറകുകളാണ്. നല്ല കത്തിക്കാൻ നല്ല അടിപൊളി സാധനമാണ്. കോഴിവളം ഏകദേശം ഒരു 50 കിലോത്തോളമൊക്കെ ഉണ്ടാവും ഒരു ചാക്ക്. ചിലത് 40 കിലോ. നമ്മൾ അറക്കപ്പൊടി കൂടി മിക്സായിട്ട് വരുന്നതാണത്. അപ്പോൾ ഏകദേശം ഒരു ചാക്ക് ഇട്ടാലൊന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ അത്രയൊന്നും വേണ്ട. ഒരു കറക്റ്റ് കോഴിവളം മാത്രമാണെങ്കിൽ ഒരു 3-4 കിലോ മതിയാവും. നമ്മൾ തടത്തിൽ നന്നായിട്ട് വിതറി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ശിഖരം വന്ന് നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൽ ഇതാണ് നമ്മളുടെ തടത്തിൻ്റെ ഒരു വിസ്തൃതിയായി കണക്കാക്കേണ്ടത്. ഈ അകലത്തിൽ ഇതിന് ചുറ്റും ഇട്ട് കൊടുക്കുക. ഒരു 6 വർഷം കഴിഞ്ഞ മരങ്ങളാണ്. അതിനാണ് ഒരു ചാക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചെറിയ മരങ്ങൾക്ക് ഇത്ര ആവശ്യമില്ല. ഒരു 3-4 വർഷമൊക്കെ ഉള്ള മരങ്ങളാണെങ്കിൽ ഇതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി. നമ്മളുടെ പുതിയ ശിഖരങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. നമ്മൾ ഡോളമൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ഒരു 15 ദിവസമായി. അപ്പോൾ ഇനി ഈ വളം കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ശരിക്കും പെട്ടെന്ന് കയറിപ്പോരും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ഒരു 1 കിലോ 1.5 കിലോത്തോളം എല്ലുപൊടി
കോഴിവളം ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കും. അതിന് ശേഷം ഒരു മാസം അങ്ങനെ ഇടും. അതിനുശേഷം നമ്മൾ NPK 18-9-18 ആയിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ അവൈലബിൾ അല്ല. പോളിഹാലൈറ്റ് എന്ന് പറഞ്ഞൊരു വളമുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. പോളിഹാലൈറ്റ് എന്ന് പറഞ്ഞ വളം കൂടി ഒരു 1/2 കിലോ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് NPKയുടെ കൂടെ മിക്സ് ചെയ്തിട്ടു. നമ്മൾ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ കോഴിവളം ഇടുന്ന കാര്യം പറഞ്ഞു. കോഴിവളം ഇടുമ്പോൾ ശരിക്കും തടത്തിൽ നല്ല നനവ് വേണം. അതുപോലെ അതിന് വളം ഇട്ടതിന് ശേഷം നനച്ചു കൊടുക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സീസണിൽ ഇപ്പോൾ മഴക്കാലമാണ്, അതുകൊണ്ട് നമുക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല. വേനലാണെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വേരൊക്കെ കരിഞ്ഞു പോകും. കാൽഷ്യം അതുപോലെ തന്നെ നമ്മുടെ നൈട്രജൻ അങ്ങനെയുള്ള വളങ്ങൾ എല്ലാം നല്ല ഹൈ കണ്ടന്റ് ഉണ്ട് അതിൽ കോഴിവളത്തിൽ. മറ്റുള്ള വളങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതലുണ്ട്. അതുകൊണ്ട് നമ്മൾ മഴക്കാലത്ത് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ വേനലിട്ടാണെങ്കിൽ നനച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ ബൈ.